കടത്തി കൂട്ടുന്ന ആ പുതുതായി ആശയം പ്രചരിപ്പിക്കുന്ന ഒരാൾ ആയാൽ ഔ ആവാ മുഹദിസൻ, അല്ലെങ്കിൽ അവൻ പുത്തൻവാദിയൊന്നുമല്ല, പക്ഷെ പുത്തൻവാദിയായ, അതായത് അഹ്ലുസുന്നത്തിൽ നിന്ന് വ്യതിചലിച്ചുപോയ കക്ഷികൾക്ക്, വ്യക്തികൾക്ക് അഭയം നൽകി ഒത്താശകൾ ചെയ്തു കൊടുത്തു, അവർക്ക് ആവശ്യമായ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. അപ്പൊ അവൻ സുന്നിയാണ് എന്നാ പറയുന്നത്. ഞാൻ മുത്തവാദിയൊന്നുമല്ല, ഞാൻ മുജാഹിദായിട്ടില്ല, വഹാബി ആയിട്ടില്ല, സലഫി ആയിട്ടൊന്നുമില്ല, ഞാൻ സുന്നിയാണ് എന്ന് പറയുന്നു. പക്ഷെ അവൻ ചെയ്ത തെറ്റെന്താ? ഔ ആവാ മുഹദിസൻ, ഒരു പുത്തൻവാദിയായ മനുഷ്യന് അഭയം നൽകി, അവന് ഒത്താശ ചെയ്തു കൊടുത്തു, അവനെ സഹായിച്ചു, അവന് വേണ്ടതൊക്കെ ചെയ്തു കൊടുത്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഈ രണ്ട് വിഭാഗത്തിന്റെയും ദുരന്തം എന്താ? ഒന്ന് മന്നഹദസ, പുത്തൻവാദിയായ വ്യക്തി. രണ്ട്, പുത്തൻവാദി ആയിട്ടില്ലെങ്കിലും പുത്തൻവാദികൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത വ്യക്തി. ഈ രണ്ട് വ്യക്തികളുടെയും ദുരന്തം എന്താ? ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഫഅലൈഹി ലഅനത്തുല്ലാഹ്, അവന്റെ മേലിൽ അല്ലാഹുവിന്റെ ശാപമുണ്ട്. അല്ലാഹുവിന്റെ ശാപം എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് അവൻ വിദൂരമായവനാണ്. വലഅനത്തുൽ ലാഇനീൻ, ശപിക്കുന്ന എല്ലാവരുടെയും ശാപം അവൻക്കുണ്ട്. മാത്രമല്ല വൽ മലായികത്തി, മലക്കുകളുടെ ശാപവും അവനുണ്ട്. വന്നാസി അജ്മഈൻ, അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ ഉൾപ്പെടുന്ന മുഴുവൻ മനുഷ്യരുടെയും ശാപം ഈ പുത്തൻവാദികളായ ആളുകൾക്ക് ഉണ്ടെന്ന് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. നമ്മൾ പഠിക്കണം, മനസ്സിലാക്കണം. എന്തുകൊണ്ട് പുത്തൻവാദി ആവാൻ പാടില്ല എന്ന് നമ്മുടെ പഴയകാല 14 നൂറ്റാണ്ട് കാലത്തുള്ള ഉലമാക്കൾ ഇത് ഉച്ചൈസ്തരം ഉദ്ഘോഷിക്കുന്നതും ഉറക്കെ പ്രഖ്യാപിക്കുന്നതും എന്തുകൊണ്ടാണ്? അങ്ങനെ പുത്തൻവാദി ആയാൽ അല്ലാഹുവിന്റെ ശാപമുണ്ട്, മലക്കുകളുടെ ശാപമുണ്ട്, അമ്പിയാക്കളുടെ ശാപമുണ്ട്, സർവ്വ സ്വാലിഹീങ്ങൾ മഹാന്മാക്കളുടെയും ശാപം അവൻ നേരിടേണ്ടി വരുമെന്നാണ് അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത്. ഇത് നമ്മൾ ഗൗരവത്തോടെ കാണണം. എന്റെ ശബ്ദം ശ്രവിക്കുന്ന സാധാരണക്കാരോട് ഞാൻ പറയുന്നു, ഉലമാക്കൾക്ക് ഇതറിയാം. സാധാരണക്കാരായ ആളുകൾ ശ്രദ്ധിക്കണം. നമ്മൾ സൗഹൃദത്തിന്റെ പേരിൽ, ചങ്ങാത്തത്തിന്റെ പേരിൽ, സാമ്പത്തികമായ കാര്യലാഭത്തിന്റെ പേരിൽ, മറ്റു പലതിന്റെ പേരിലും, ഉളഹയ്യത്ത് കിറ്റ് കിട്ടുന്നതിന്റെ പേരിൽ, റിലീഫ് കിറ്റ് അല്പം വലുതായ കിറ്റ് കിട്ടുന്നതിന്റെ പേരിൽ നമ്മൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ നിന്ന്, സുന്നിയിൽ നിന്ന് തെറിച്ചുപോയി വഹാബിയായാൽ, മൗദൂദിയായാൽ, ജമാഅത്ത് ഇസ്ലാമിയായാൽ, തബ്ലീഗ് ജമാഅത്തായാൽ, ഏത് ബിദ്അത്ത് കക്ഷികളായാലും ഫഅലൈഹി ലഅനത്തുല്ലാഹ്, അവന്റെ പേരിൽ അല്ലാഹുവിന്റെ ശാപമുണ്ടെന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്ന ഹദീസ് ഇമാം ഇബ്നു മാജ തന്റെ സുനനു ഇബ്നു മാജ കിതാബു സുനനിൽ 49-50 ഹദീസുകളിലായി രേഖപ്പെടുത്തി വെച്ചത് കാണാം. അവിടുന്ന് പറഞ്ഞു, ലാ യഖ്ബലുല്ലാഹു ലിസാഹിബി ബിദ്അ, പുത്തൻവാദിയായ മനുഷ്യരിൽ നിന്ന് അല്ലാഹു സ്വീകരിക്കുകയില്ല, സുന്നി അല്ലാത്തവരിൽ നിന്ന് അല്ലാഹു സ്വീകരിക്കൂല. സൗമൻ, അവൻ നിർവഹിക്കുന്ന നോമ്പ് സ്വീകരിക്കില്ല. വലാ സ്വലാത്തൻ, അവന്റെ നിസ്കാരം സ്വീകരിക്കില്ല. വലാ സ്വദഖത്തൻ, അവന്റെ സ്വദഖ, അവന്റെ സകാത്ത്, അവന്റെ സംഭാവനകൾ അല്ലാഹു സ്വീകരിക്കില്ല. വലാ ഹജ്ജൻ, ഹജ്ജ് അല്ലാഹു സ്വീകരിക്കില്ല. വലാ ഉംറത്തൻ, ഉംറ അല്ലാഹു സ്വീകരിക്കില്ല. വലാ സർഫൻ വലാ അദ്ലാ, ഫർദോ സുന്നത്തോ ആയ ഒരൊറ്റ ഇബാദത്തും അല്ലാഹു അവനിൽ നിന്ന് സ്വീകരിക്കുകയില്ല.
അവന്റെ നിസ്കാരം സ്വീകരിക്കൂല, നോമ്പ് സ്വീകരിക്കൂല, അത് സക്കാത്ത് സ്വീകരിക്കൂല, സ്വതക്ക സ്വീകരിക്കൂല, ഹജ്ജ് സ്വീകരിക്കൂല, ഉംറ സ്വീകരിക്കൂല, വലാ ജിഹാദൻ, അവന്റെ ധർമ്മസമരവും സ്വീകരിക്കില്ല എന്ന് മാത്രമല്ല, വലാ സർഫൻ വലാ അദ്ല, അവൻ ചെയ്യുന്ന ഫർദോ സുന്നത്തോ ആയ ഒരൊറ്റ ഇബാദത്തും അല്ലാഹുവിന് വേണ്ട. എന്താ കാരണം? അവൻ സുന്നിയല്ലാതെ ആയിരിക്കുന്നു, അവൻ പുത്തൻവാദിയായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പുത്തൻവാദികളിൽ നിന്ന് അല്ലാഹു ഇത്തരം ഇബാദത്തുകൾ സ്വീകരിക്കുകയില്ല. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം ചിന്തിക്കേണ്ടതും നമ്മൾ മനസ്സിലാക്കേണ്ടതും, ഒരു മനുഷ്യൻ പുത്തൻവാദിയായി സുന്നിയല്ലാതെയായി അതേ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോയി മറ്റേതോ പ്രസ്ഥാനത്തിൽ അകപ്പെട്ടു പോയാൽ പിന്നീട് അവൻ ചെയ്യുന്ന ഇബാദത്തുകൾ അല്ലാഹു സ്വീകരിക്കുകയില്ല. അല്ലാഹുവിന്റെ ശാപമാണ് അവനുള്ളത്. മറ്റൊരു റിപ്പോർട്ടിൽ ഹദീസിൽ കാണാം, കുല്ലുഹും ഫിന്നാർ, അവരൊക്കെയും നരകത്തിലാകുന്നു. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ. ഇതാണ് പുത്തൻവാദികളായാലുള്ള ദുരന്തം എന്ന വസ്തുത നമ്മളൊക്കെ മനസ്സിലാക്കുകയും നമ്മളൊക്കെ കേൾക്കുകയും കാണുകയും വേണം. നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ മക്കളിൽ, നമ്മുടെ ശിഷ്യന്മാരിൽ, നമ്മളുമായി ബന്ധപ്പെട്ടവരിൽ, നമ്മുടെ ആശ്രിതരിൽപ്പെട്ട ഒരാളും അഹ്ലു സുന്നത്തി വൽ ജമാഅത്താകുന്ന സുന്നി പ്രസ്ഥാനത്തിൽ നിന്ന്, സുന്നി ആശയത്തിൽ നിന്ന് ബിദ്അത്തിലേക്ക് പോകാനേ പാടില്ല.